നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം. ഹോട്ടൽ അടക്കം ഏറ്റെടുത്ത് സൗകര്യമൊരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണം. ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും EMI പിടിച്ചാൽ അറിയിക്കണം. ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്നും റഷ്യ യുക്രൈൻ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന് കത്തയച്ചു. എത്രയും വേഗം ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇനി ജലസേചന വകുപ്പിന്റെ അധിക ചുമതല കൂടി വഹിക്കും. ഡോക്ടർ വീണ N മാധവന് ഭരണ നവീകരണ വകുപ്പിന്റെ അധിക ചുമതല. വാട്ടർ അതോറിറ്റി MD-ആയി ജീവൻ ബാബു നിയമിതനായി. വിനയ് ഗോയൽ ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറാകും. സഹകരണ വകുപ്പ് രജിസ്ട്രാർ D സജിത് ബാബു ആയിരിക്കും. K ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് ഡയറക്ടറാകും. ശ്രീറാം വെങ്കിട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതല നൽകി. PRD ഡയറക്ടറായി TV സുഭാഷിനെ നിയമിച്ചു. നാടിന് ഏറെ അഭിമാനമായി ദിയ ചന്ദന. ഇന്ത്യൻ കരസേനയിൽ ഓഫീസറായി നെയ്യാറ്റിൻകരക്കാരിയായ ഈ മിടുക്കിക്ക് നിയമനം ലഭിച്ചു. അഖിലേന്ത്യാ പരീക്ഷയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി മിലിറ്ററി ഓഫീസർ തസ്തികയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിയമനം ലഭിച്ച ആദ്യ വനിതയാണ് ദിയ ചന്ദന. നെയ്യാറ്റിൻകരയിലെ പ്രമുഖ ഗാന്ധിയൻ പ്രവർത്തകനും പൊതുപ്രവർത്തകനും അധ്യാപകനുമായ സനിൽ കുളത്തിങ്കലിന്റെയും പാങ്ങോട് ആർമി സ്കൂൾ അധ്യാപിക ബിജിയുടെയും മകളാണ് ദിയ ചന്ദന. നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് KC വേണുഗോപാൽ MP. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി മാറ്റിവെച്ചത്. പിന്നീട് നടത്താമെന്നായിരുന്നു ധാരണ. ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ താൻ നിരാശനാണെന്നും എന്നാൽ തന്റെ സ്വന്തം സംസ്ഥാനം ഈ മീറ്റു തരംഗത്തിന് തുടക്കം കുറിച്ചതിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് MP ശശി തരൂർ. ഇന്ത്യൻ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള മനോഭാവം മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ലിംഗസമത്വത്തിനായുള്ള യഥാർത്ഥ പോരാട്ടം ഇന്ത്യൻ സമൂഹത്തിന്റെ അപജയം തിരുത്തുന്നതിലാണെന്നും അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് 5 വർഷമായി പുറത്തുവിടാതെ തടഞ്ഞുവെച്ചത് ക്ഷമിക്കാനാവില്ലെന്നും ശശി തരൂർ പറഞ്ഞു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് നടൻ ലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉടലെടുത്ത സംഭവങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നടൻ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നാണ് നടന്മാർക്ക് എതിരായ ലൈംഗിക ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ലാൽ പ്രതികരിച്ചത്. വടകര ചേറോട് ദേശീയ പാതയിലുണ്ടായ വാഹനാപകടത്തിൽ മുത്തശ്ശി മരിക്കുകയും കൊച്ചുമകൾ അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് അപകടം നടന്ന് 6 മാസം പിന്നിട്ടിട്ടും ഇരുവരെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്താത്തതിനെ തുടർന്നാണ് കമ്മീഷന്റെ നടപടി. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 4 ആഴ്ചയ്ക്കകം ഹാജരാക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. മുകേഷ് MLA 2 ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ AKG സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് ആക്ടിവിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ K അജിത. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതു സർക്കാർ സ്വീകരിക്കരുതെന്നും ഇതുവരെയുള്ള നല്ല ചില പ്രവർത്തനങ്ങൾ മുഴുവനും ഇല്ലാതാക്കുന്നതാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടെന്നും അജിത വിമർശിച്ചു. 8 വർഷത്തെ വാർഷിക വരിസംഖ്യ അടയ്ക്കാതിരുന്നതിനാൽ സംവിധായകൻ ആഷിഖ് അബുവിന് നേരത്തെ തന്നെ അംഗത്വം നഷ്ടമായിരുന്നുവെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. കുടിശ്ശികയായിരുന്ന 5000 രൂപ ഈ മാസം 12-നാണ് അടച്ചതെന്നും അംഗത്വം പുതുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെ രാജി വാർത്ത പ്രചരിച്ചത് വിചിത്രമാണെന്നും ഫെഫ്ക വ്യക്തമാക്കി. അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് തടഞ്ഞ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നടിയുടെ പരാതിയിൽ സെപ്റ്റംബർ 3 വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ലോയേഴ്സ് കോൺഫറൻസ് ഭാരവാഹിയായിരുന്ന ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. ബ്രോഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പീഡന പരാതി. മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ CPM നേതൃത്വമാണെന്ന് അതിജീവിത പ്രതികരിച്ചു.
ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. വധശ്രമ കേസിൽ ക്വട്ടേഷൻ പ്രതി അർജുൻ ആയങ്കിക്ക് 5 വർഷം തടവ് ശിക്ഷ. 2017 കണ്ണൂർ അഴീക്കോട് BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 7 CPM പ്രവർത്തകരെയും ശിക്ഷിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ദേഹത്ത് സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കൂട്ട നടപടി. സംഭവം നടന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ 9 പേരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഓപ്പറേഷൻ താമരയിലൂടെ കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. എന്നാൽ പണം കൊണ്ട് കോൺഗ്രസ് MLA-മാരെ വശീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാരിനെ അട്ടിമറിക്കുന്നത് എളുപ്പമുള്ള കാര്യമാവില്ലെന്നും സിദ്ധരാമയ്യ ഓർമ്മിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറാഠ വികാരത്തിന് മുറിവേറ്റതിൽ ഖേദിക്കുന്നു. സംഭവത്തിൽ താൻ തലകുനിച്ച് മാപ്പ് തേടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJP-യിൽ ചേർന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും JMM നേതാവുമായ ചമ്പായ് സോറനെ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചാരന്മാരെ നിയോഗിച്ചിരുന്നെന്ന ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 6 വർഷത്തോളം ചമ്പായ് സോറൻ നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഹിമന്ത ശർമ്മ ആരോപിച്ചു. സിഖ് വിരുദ്ധ കലാപത്തിനിടെ പുൽബംഗേഷ് ഗുരുദ്വാരയിൽ 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്ററിനെതിരെ കുരുക്കുമുറുകുന്നു. കൊലപാതകം, കലാപമുണ്ടാക്കാനുള്ള പ്രകോപനം എന്നിവയുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്താൻ ഡൽഹി കോടതി നിർദ്ദേശം നൽകി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് അവസാനം കാണാനായി കർശന നിയമം വേണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും കത്തയച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ആദ്യ കത്തിന് മറുപടിയില്ലാത്തത് ചോദ്യം ചെയ്താണ് രണ്ടാമത്തെ കത്തയച്ചിരിക്കുന്നത്. ആദ്യ കത്തിലൂടെ താൻ ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം പ്രധാനമന്ത്രി പരിഗണിച്ചില്ലെന്നതടക്കമുള്ള വിമർശനങ്ങൾ മമത ഉന്നയിച്ചിട്ടുണ്ട്. തുടർച്ചയായ 2ാം പാരാലിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേട്ടവുമായി ഇന്ത്യൻ ഷൂട്ടർ അവനി ലെഖ്ര. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിലാണ് അവനി സ്വർണം നേടിയത്. കഴിഞ്ഞ തവണ ടോക്കിയോയിലും ഇതേ ഇനത്തിൽ അവനി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കുള്ള ആകാശ് ആന്തെ 2024 പരീക്ഷകൾ ഒക്ടോബർ 19 മുതൽ 27 വരെ നടക്കും. ഓഫ്ലൈൻ പരീക്ഷകൾ ഒക്ടോബർ 20, 27 തീയതികളിൽ 10:30 മുതൽ 11:30 വരെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രാജ്യത്തുടനീളമുള്ള എല്ലാ 315 കേന്ദ്രങ്ങളിലും നടക്കും. ഓൺലൈൻ പരീക്ഷകൾ ഒക്ടോബർ 19 മുതൽ 27 വരെ എപ്പോൾ വേണമെങ്കിലും നടത്താം. 7 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ 1 മണിക്കൂർ സ്ലോട്ട് തിരഞ്ഞെടുക്കാം. കഴിഞ്ഞ വർഷം 11.8 ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്ന വിധം നിയമ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. ആവശ്യക്കാർക്ക് വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ചട്ട ഭേദഗതി കൊണ്ടുവരാൻ തദ്ദേശ അദാലത്തിൽ മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിലിഫിന്റെ പരാതിയിൽ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണം. ഇതിനായി തോടന്നൂർ AEOയെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. വളരെ സ്വാഗതാർഹമായ നീക്കമാണിതെന്ന് BJP വക്താവ് സന്ദീപ് വാചസ്പതി പ്രതികരിച്ചു. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ല, അല്ലാതെ തന്നെയുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും അറസ്റ്റുകളുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. നടൻ ഇടവേള ബാബുവിനെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയെടുപ്പും പൂർത്തിയായി. രഞ്ജിത്തിനെതിരെയുള്ള തെളിവുകൾ കൈമാറിയെന്ന് യുവാവ് വ്യക്തമാക്കി. നടനും MLA-യുമായ മുകേഷ് പരാതിക്കാരിക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ അഭിഭാഷകന് കൈമാറി. ഇന്നലെ അതിരാവിലെ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തിയാണ് മുകേഷ് അഭിഭാഷകനെ കണ്ടത്. അതേസമയം മുകേഷ് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനി കോടതിയിൽ ഹാജരായി രഹസ്യമൊഴിയും നൽകി. മുകേഷിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും മജിസ്ട്രേറ്റിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതായും പരാതിക്കാരിയായ നടി എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ.
മുകേഷിന്റെ രാജി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല. വിഷയം ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും. മുകേഷിന് പറയാനുള്ളതും പാർട്ടി പരിഗണിക്കും.